അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റഡ് ഇയറിംഗ് ഉണ്ടാക്കാം. ഇതുവരെ ഞാൻ ഇൻവിസിബിൾ ചെയിൻസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം അത് തന്നെ ഉണ്ടാക്കി എനിക്കും ബോറടിച്ചു, പിന്നെ കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറായിരിക്കുമല്ലോ. പിന്നെ എപ്പോഴും ഈ മാലേൻ്റെ വീഡിയോസ് മാത്രം പോരല്ലോ, ഇയറിങ്ങിൻ്റെ വീഡിയോ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വിഷു സ്പെഷ്യലായിട്ടുള്ളൊരു ഇയറിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഫുൾ വള്ളിയാണ് ഗൈസ്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇയറിംഗ് മേക്കിങ്ങിലോട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന കുണ്ടൻ സ്റ്റോൺസ് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയും ആ ഒരു 2 കോർണറിലുമായിട്ട് ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള കുണ്ടൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മേലെ വരുന്ന ആ ഒരു 2 അറ്റത്തായിട്ട് ഒരു ചെറിയ സ്മോൾ റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു കുണ്ടൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഫോക്കസ് ഔട്ട് ആകുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു, എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഈ ഓൺ വോയിസ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ 2-3 വീഡിയോ ഓൺ വോയിസ് ചെയ്ത് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കമ്മൽ നല്ല രീതിയിൽ പിന്നെയും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാനിവിടെ അതിനായിട്ട് ത്രെഡ് കട്ടർ എന്ന് പറയുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോർമലി നൂലൊക്കെ വാങ്ങുന്ന കട ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൽ 30 രൂപ എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഉള്ളവരാണെങ്കിൽ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ ഇതിൽ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ കത്തി വെച്ച് ചെയ്താലും മതി. പക്ഷേങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ടൂളായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ. അപ്പോൾ നമ്മളിവിടെ 2 ഇയറിങ്ങും നല്ല രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ ഒരു ഇയർ സ്റ്റഡും കൂടെ അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ആ ഒരു B7000 എന്ന് പറയുന്ന ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇയർ സ്റ്റഡിൻ്റെ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് കമ്മലിൻ്റെ ബേക്കിലായിട്ട് ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.